Hello friends, welcome back. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ എപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്താലും നമുക്കുണ്ടാകുന്ന മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരു സ്ഥലം കണ്ടുപിടിച്ചു കേട്ടോ. എന്ത് ക്യൂട്ടാ നോക്കിയേ. സ്വർണ്ണമോതിരം ഇട്ടണോ? അപ്പോ നമ്മള് 4 പേരുമാണ് ഈ കാറിലുള്ളത്. ബാക്കിലൊരു കാറില് നമ്മുടെ അച്ഛനമ്മമാരും വലിയ ടീംസ് അല്ലെ, മൂത്ത ടീംസ് ഒക്കെ ബാക്കിലെ കാറിലുണ്ട്. നമ്മളിവിടെ എത്താനായിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ മിനി ഊട്ടിയിലെ മിസ്റ്റി ലാൻഡ് നാച്ചുറൽ പാർക്കിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ 2 പെയ്ഡ് പാർക്കിംഗ് ആണുള്ളത്. അവരവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇവിടെയും പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിങ്ങനെ ഒരു ബ്രോഷർ തന്നിട്ടുണ്ട്, ഇവിടുത്തെ എല്ലാ ആക്ടിവിറ്റീസും ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇവിടെ എൻട്രി ഫീസ് 20 രൂപയാണെങ്കിലും ബാക്കി ആക്ടിവിറ്റീസിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് പേ ചെയ്യണം. അത് നമ്മൾ വഴിയെ പറയാം കേട്ടോ. പാർക്കിൽ കയറുമ്പോൾ തന്നെ പാർക്കിൽ എന്തൊക്കെ പരിപാടികൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു തരാൻ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് വ്യൂ പോയിന്റ് കാണാൻ പോവാം. അവിടെ അടിപൊളിയായിട്ട് നമ്മുടെ മിനി ഊട്ടി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് വ്യൂ? കൊള്ളാല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് പോയിട്ട് വ്യൂ കാണാം ഗൈസ്. നമ്മൾ നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ടാണ് 30 രൂപ കൊടുത്ത് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ടിക്കറ്റ് എടുത്തത്. ബട്ട് വൻ ദുരന്തമാണ് ഗൈസ്, നടക്കാൻ പോലും പറ്റുന്നില്ല. നമ്മളെങ്ങനെയോ രക്ഷപ്പെട്ട് ഇപ്പുറത്തെ സൈഡിൽ എത്തിപ്പെട്ടതാണ്. ആൻഡ് വ്യൂ വെച്ചാലും സെയിം വ്യൂ തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റമൊന്നും എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് നന്നായി ആലോചിച്ച് ടിക്കറ്റ് എടുക്കുക. അങ്ങനെ തിക്കും തിരക്കും നിറഞ്ഞ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ക്ഷീണം മാറ്റാൻ നമുക്കൊരു ഗ്ലാസ് ചായ കുടിക്കാം ഗൈസിനി. അങ്ങനെ ചായ കുടിച്ചപ്പോൾ എല്ലാവരും ഒന്ന് ഉഷാറായിട്ടോ. ഇനി നമ്മൾ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള അണ്ടർ വാട്ടർ ടണൽ അക്വേറിയത്തിലേക്കാണ് പോകുന്നത്. അങ്ങോട്ട് പോകുന്ന വഴി വേറെ ഒരുപാട് ഗെയിംസ് ഉണ്ട് കേട്ടോ, ഹൊറർ ഹൗസും മിറർ മേസും ഒക്കെ. നമ്മൾ എന്തായാലും ഈ ഷൂട്ടിംഗ് ഗെയിം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഷൂട്ടിങ്ങിന് 100 രൂപയാണ്. അവർ 8 ട്രൈ തരും. നമ്മൾ 8 ട്രൈയിൽ 6 എണ്ണം കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയുള്ള വേറെ ഏതെങ്കിലും ഇവൻറ്റിൽ ഫ്രീ ആയിട്ട് കയറാം. ബട്ട് ഇതും ചെറിയൊരു പറ്റിപ്പാണ് ഗൈസ്. നമ്മളോട് 6 എണ്ണം കൊള്ളിച്ചാൽ മതി എന്നേ പറഞ്ഞുള്ളൂ. നമ്മൾ കരുതി ആ വൈറ്റ് ബലൂൺസ് ആണെന്ന്. ബട്ട് ആക്ച്വലി ആ കാണുന്ന ചെറിയ ബോൾസിലാണ് കൊള്ളിക്കേണ്ടത്. ബോൾ കിട്ടാൻ പണിയാ. നമ്മൾ പിള്ളേരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ബട്ട് ആർക്കും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ വേറെ ഒരു ഗെയിമും ട്രൈ ചെയ്തില്ല. ഫൈനലി നമ്മൾ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻട്രി സൈഡിൽ ഒരുപാട് ഫിഷസിനെ, വെറൈറ്റി ഫിഷസിനെ, ഇത് കണ്ടോ, തെരണ്ടിയൊക്കെ ഉണ്ട്. അവരെയൊക്കെ അക്വേറിയത്തിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ടിക്കറ്റ് ആയത് 600 രൂപയാണ് കേട്ടോ, 9 പേർക്ക്. നമ്മൾ ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ അവർ നമുക്ക് ഡിസ്കൗണ്ട് ഒക്കെ തരും. അല്ലെങ്കിൽ പെർ പേഴ്സൺ 100 രൂപയാണ് തോന്നുന്നു. നമ്മുടെ അക്വേറിയൊക്കെ കഴിഞ്ഞിട്ട് ഇവർ ഇതേപോലെ ഒരു പോണ്ട് വിത്ത് ചെറിയൊരു വാട്ടർഫോൾ എന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നിറച്ച് കാബ്സൊക്കെ ആയിട്ട്. ഭംഗിയുണ്ടല്ലേ? അങ്ങനെ ഫൈനലി നമ്മൾ ഇവിടുത്തെ ടണലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അണ്ടർ വാട്ടർ ടണൽ. ഓരോ സെക്ഷനിലും ഓരോരോ മീനുകളാണുള്ളത്. പിന്നെ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ ഈ മീനുകളുടെ സൈസ് ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട്. അപ്പോൾ ടുവേർഡ്സ് എൻഡ് അത്യാവശ്യം സൈസുള്ള മീനുകളാണുള്ളത്. ഒരു രക്ഷയില്ല ഗൈസ്, അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ഒരുപാട് വെറൈറ്റി ഓഫ് ഫിഷസ് ഉണ്ട്. ആൻഡ് എല്ലാവരും നല്ല ആക്റ്റീവാണ്. നമ്മളിപ്പോൾ ഇവിടെ എത്തിയത് ഒരു 5 മണിക്കാണ്. ഇവിടെ ഓപ്പൺ ആയിട്ടിരിക്കുന്നത് ഒരു 6 AM മുതൽ രാത്രി 8:30 വരെയാണ്. നമ്മളിപ്പോൾ വൈകുന്നേരം 5 മണിക്കാണ് ഇവിടെ എത്തിയത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന്, മലപ്പുറത്തുള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ നമ്മുടെ പാരൻസിനെയോ ഗ്രാൻഡ് പാരൻസിനെയോ പിള്ളേരെയൊക്കെ കൂട്ടിയിട്ട് പെട്ടെന്നൊരു സ്ഥലം പോയി കണ്ടിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇത് പറ്റിയ സ്ഥലമാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. നല്ല വൈബുമാണ്. അതിനെ കണ്ടോ നേരെ മുമ്പിൽ?
അങ്ങനെ അക്വേറിയം ഒക്കെ എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് കുറച്ച് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ചെയ്താലോ ഗൈസ്? അപ്പോൾ നെക്സ്റ്റ് നമ്മൾ സിപ്പ് ലൈനിലേക്കാണ് പോകുന്നത്. മധുര എന്ത് തോന്നുന്നു? ഞാനങ്ങനെ ഹൈറ്റുള്ളത് കയറില്ല, ഫസ്റ്റ് ടൈമാണ്. യെസ്, ഓൾ ദി ബെസ്റ്റ്. ഇതിപ്പോൾ കുറച്ച് അഡ്വഞ്ചറസ് ആയതുകൊണ്ട് പത്രി അച്ചുവേട്ടനും മാത്രമേ ചെയ്യുന്നുള്ളൂ. ബട്ട് ഞങ്ങളെല്ലാവരും സൈഡിൽ നിന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ഈ കാണുന്നത് ഫാമിലി റോപ്പ് റൈഡറാണ്. നമ്മൾ ഇതിലല്ല പോകുന്നത്, നമ്മൾ സിപ്പ് ലൈനിലാണ് പോകുന്നത്. നമ്മളല്ല, പത്രി അച്ചുവേട്ടനും. അപ്പോൾ നമ്മുടെ പിള്ളേർ ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ അവരെ ഉന്തി വിടാൻ പോവുകയാണ്. പേടിയുണ്ടോ? ഇല്ല. ഓക്കേ. പേടിയുണ്ടോ? ചെറുതായി. എല്ലാവരും താഴത്തുനിന്ന് ബൈ 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 ബൈ. കൊള്ളാം അല്ലേ? ഈ സിപ്പ് ലൈനിന് പെർ പേഴ്സൺ 150 റുപ്പീസാണ് കേട്ടോ. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇനി നമ്മൾ അവരപ്പുറത്ത് പോയിട്ട് പിക്ക് ചെയ്യണം. ഇവിടുത്തെ നൈറ്റ് വൈബ് ആണെങ്കിലും നല്ല രസമാണ് കേട്ടോ. നല്ല ലൈറ്റും പാട്ടും ഉപ്പുമാങ്ങയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനാച്ചാലും ഇവിടെ കിഡ്സ് പാർക്ക് ഉണ്ട്, ഒരുപാട് ഗെയിംസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. പിന്നെ നമ്മളെ കൂടെ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയില്ല. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ ഈ കാണുന്ന പെറ്റ് പാർക്കിലേക്കാണ് കേട്ടോ. ഇവിടെ പെറ്റ് പാർക്കിൽ 30 രൂപയാണ് ഒരാൾക്ക്. ബട്ട് നമ്മൾ 9 പേരുള്ളത് കൊണ്ട് നമ്മൾ ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് 240 രൂപയാണ് അവർ വാങ്ങിച്ചത്. പെറ്റ് പാർക്ക് കയറി ഉടനെ ആദ്യം കണ്ടത് കുതിരേനെയാണ്. അമ്മമ്മയ്ക്ക് അച്ഛൻ കുതിരേനെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ കുതിരയുടെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതിന് കുറച്ച് പുല്ലൊക്കെ കൊടുത്ത് നമ്മൾ നേരെ പെറ്റ് പാർക്കിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഇവിടെ ഒരുപാട് വലിയ കേജസ് ഉണ്ട്, കുറേ ചെറിയ കേജസും ഉണ്ട്. ആൻഡ് 3 വലിയ കേജസിൽ നമുക്ക് കയറി ബേർഡ്സിനെയൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഒന്ന് ബേർഡ്സിൻ്റെ അല്ല, ഒന്ന് പൂച്ചയുടെയാണ് തോന്നുന്നു. ഇവിടെ 2 വലിയ സൈസുള്ള അരാപ്പയ്മയാണുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഇതിനെ നേരിട്ട് കാണുന്നത്. നല്ല വലിപ്പുണ്ടല്ലേ? അതാരാ സാധനം? നീ എവിടുന്ന് വന്നു? ഇത് ഓസ്ട്രിച്ച് ആണോ എമ്മു ആണോ? ഓസ്ട്രിച്ചിനെ കിട്ടി. ഓ മൈ ഗോഡ്. അപ്പോൾ അരാപ്പയ്മേനെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റില്ല. ബട്ട് നമുക്ക് ഈ കാബ്സിനെ ഫീഡ് ചെയ്യാൻ പറ്റും. അവർ നമുക്ക് ഫീഡിങ് പെല്ലറ്റ്സ് ഒക്കെ തരുന്നതാണ്. ആദ്യം എല്ലാവർക്കും ഫീഡ് ചെയ്യാൻ നല്ല പേടിയായിരുന്നെങ്കിലും ഇപ്പം എല്ലാവരും ഫിഷിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതൊരു നല്ല അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് കേട്ടോ. വണ്ടർലയിലും ഉണ്ട് ഇതേമാതിരി ഫിഷിന് ഫീഡ് ചെയ്യാനൊക്കെ. ഇപ്പം പല സ്ഥലത്തും ഉണ്ട് തോന്നുന്നു. എന്നാലും ഒരു രസമല്ലേ, നമ്മൾ കയ്യിലൊക്കെ വന്ന് ഇങ്ങനെ കിടക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് ഇഗ്വന ചേട്ടനെ കാണാൻ പോവാം. അമ്മമ്മ ആദ്യമായിട്ടാണ് ഇഗ്വനെ കാണുന്നത്. എന്താ സംഭവം എന്നൊന്നും അറിയില്ല. അമ്മയ്ക്ക് പേടിയാ. നിലത്തിടരുതിട്ടതിന്.
ഇഗ്വാന കുറച്ച് കാലമായിട്ട് വൈറലാണല്ലോ, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു. ബട്ട് അമ്മമ്മയും അമ്മച്ചനും ഒക്കെ അത് ഓന്ത് ഉടുമ്പ് എന്നൊക്കെയാണ് കരുതി വെച്ചായിരുന്നത്. എന്തായാലും അമ്മമ്മ വെച്ച ധൈര്യത്തിൽ അമ്മച്ചനും ഒന്ന് വെച്ചു. അടുത്ത നമുക്ക് ഒട്ടക പക്ഷിയെ ഒന്ന് ശല്യം ചെയ്യാം. പാവം അത് ബോറടിച്ച് കുറേ നേരമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി അതിനൊരു കമ്പനി കൊടുക്കാം. അങ്ങനെ കൊത്തും അത് കഴുത്ത് പുറത്തോട്ട് കൊത്തും. നല്ല എളുപ്പമുണ്ടല്ലേ. അതെന്താ തിരിഞ്ഞൊരു ദർശനം. അമ്മേ ഇതാ വരുന്നു. അയ്യോ ഹായ് ഗൈസ്. അപ്പോൾ ഒട്ടക പക്ഷിക്ക് പാറാൻ അറിയില്ലെങ്കിലും നന്നായിട്ട് ഓടുന്നു പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഓടിപ്പിച്ച് നോക്കിയാലോ. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ ഓടുമ്പോൾ അത് നമ്മളെ പിന്നാലെ ഓടും. പിന്നെ അത് കൂട്ടിനകത്തായതുകൊണ്ട് എന്തും ആവാലോ. ഭദ്ര റെഡി ഓടിക്കോ. ഹായ് സുന്ദരി. ഹലോ, ഹൗ ആർ യു? ഹലോ ഹായ്. ഈ കൂട്ടിൻ്റെ അകത്തേക്ക് നമുക്ക് കയറാൻ വേണമെങ്കിൽ പൂച്ചനെ പിടിക്കാം. ആ അതെ. അപ്പോൾ ഇനി നമ്മൾ ബേർഡ്സിനെ ഫീഡ് ചെയ്യുന്ന റൂമിലേക്കാണ്. നമ്മൾ കയറുമ്പോൾ തന്നെ അവർ നമ്മുടെ കയ്യിൽ കുറച്ച് ഫീഡിങ് ഗ്രെയിൻസ് ഒക്കെ തരും. അതിനുശേഷം നമ്മൾ നേരെ കയറി ഇങ്ങനെ കൈത്തോളന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. ബേർഡ്സ് എല്ലാവരും വന്ന് കഴിക്കും കേട്ടോ. ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അവരെൻ്റെ കയ്യിൽ പണി വരെ പറ്റിച്ചു ഗൈസ്. ഇവർ കുറച്ച് ഗ്രെയിൻസ് തരുള്ളെങ്കിലും ഇവർക്കത് ഒരുപാടാണ്. കുറേ നേരം കഴിഞ്ഞിട്ടേ ഇത് തീരുള്ളൂ. ആൻഡ് ഇവരച്ച നന്നായി സെലക്ട് ചെയ്ത് ചിക്കിയിട്ടൊക്കെ കഴിക്കുകയുള്ളൂ. കൈ നീളമുള്ളതുകൊണ്ട് കുറേ പേര്. ഈ കേജിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ കുറച്ചും കൂടി സൈസുള്ള ബേർഡ്സ് ഉള്ള കേജാണിത്. ഈ ബേർഡ്സിനെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. ഇത് നല്ല രസമാണ് കേട്ടോ. ഈ ചേട്ടൻ നമ്മുടെ ഷോൾഡറിലും തലയിലും ഒക്കെ ഇങ്ങനെ ബേർഡ്സിനെ വെച്ച് തരും. ഞാനാച്ചാൽ എല്ലാവരും കഴിച്ചോട്ടെ എന്ന് കരുതിയിട്ട് കൈ ഇങ്ങനെ പൊന്തിച്ച് വെച്ച് കൊടുത്തതാണ്. ബട്ട് അവർ തമ്മിൽ അടി കൂട്ടാൻ തുടങ്ങി ഗൈസ്. അപ്പോൾ പിന്നെ കൈ താഴ്ത്തി വെച്ചു. നമ്മളെ പാരൻസിനും ഗ്രാൻഡ് പാരൻസിനും ഒക്കെ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ വാല്യുബിളാണ്. എക്സ്പെഷ്യലി ഇങ്ങനെ ബേർഡ്സിനെയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക്. തിക്കിയിട്ടാ തിന്നുന്നത്. അയ്യോ ഭദ്രേ പറ്റിച്ചു, പണി പറ്റിച്ചു. തലയില് ഇനിയിപ്പോ എന്റെ കയ്യിലായിരുന്നു മാല. അമ്മേന്റെ മാല. അത് മാല കൊത്തിയെടുക്ക. എന്താണ് മാല കൊത്തിയെടുക്കുന്നു. അമ്മയ്ക്ക് തലയിലായിരുന്നു. ഇതിന്റെ തലയിലുള്ളത് അവിടെ ഒന്നോട്ടല്ലേ പോവാ. അയ്യോ, പെറ്റ് പാർക്ക് അങ്ങനെ അടിപൊളിയായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഹലോ, ഒന്ന് ഡ്രോപ്പ് ചെയ്യോ? നമുക്കിനി എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ എക്സ്പീരിയൻസ് എന്നൊന്ന് ചോദിച്ചു നോക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മമ്മേ പരിപാടി? എങ്ങനെ ഉണ്ടായിരുന്നു?
എങ്ങനെയുണ്ടായിരുന്നു അമ്മച്ചാ? നന്നായി കുറച്ചുകൂടെ ഇതായിരിക്കണം അല്ലേ? അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇവിടുത്തെ നൈറ്റിലെ വൈബ് നല്ല അടിപൊളിയാണ്. നല്ല മ്യൂസിക്കും ലൈറ്റ്സും ഐസ്ക്രീമും ഒക്കെ ആയിട്ട് അതും മലയുടെ മുകളിലിരുന്ന് കഴിക്കുമ്പോൾ വേറൊരു ഫീലാണല്ലോ. ഫാമിലിയുടെ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഗൈസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സൈനിങ് ഓഫ് ഫ്രം നമ്മുടെ സ്വന്തം മിനി ഊട്ടി.